ഹായ്, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു സ്മോക്കി ഐ ലുക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. മോയ്സ്ചറൈസറൊക്കെ ഇട്ടതിന് ശേഷം ഒരു ടിൻറ്റഡ് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. റീക്കലിൻ്റെ മിനറൽ ടിൻറ്റഡ് സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിത് ഫൗണ്ടേഷന് പകരം ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് കാഷ്വലായിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഫൗണ്ടേഷൻസ് ഒന്നും യൂസ് ചെയ്യില്ല. പകരം ഈ ടിൻറ്റഡ് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സൺസ്ക്രീൻ ഫുൾ എൻ്റെ ഫേസ് തന്നെയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ഒരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാണ്. ഞാൻ 4hour 52ൻ്റെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാനൊന്ന് എൻ്റെ ഫേസും അതുപോലെ നെക്കും ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എക്സ്പെഷ്യലി ഞാൻ എൻ്റെ ഐ ഏരിയ നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്യാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഡാസ്ലർ എറ്റാണയുടെ ഐബ്രോ പെൻസിലാണ്. ഞാനിത് ലോക്കൽ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. ഐ തിങ്ക് ഇത് ആമസോണിൽ കിട്ടുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ഡീപ്പ് ബ്രൗൺ ആണ് കളർ എടുത്തിട്ടുള്ളത്. ഞാൻ ഫുൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ കുറച്ച് തിക്കായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യണ ഒരാളാണ്. ആഫ്റ്റർ ദാറ്റ് ഞാൻ സ്പൂലി വെച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സ്മഡ്ജ് ചെയ്യുമ്പോൾ കുറച്ച് നന്നായിട്ട് സ്മഡ്ജ് ചെയ്തെടുക്കുമ്പോൾ അത്രയും ഒരു ഡാർക്ക്നെസ് ഇല്ലാണ്ടായിട്ട് പോകും. കുറച്ചൊരു നാച്ചുറൽ ലുക്കിംഗ് ആയിട്ട് തോന്നും. ഞാൻ ശരിക്കും അതിനെ ഐബ്രോസിനെ ബ്ലെൻഡ് ചെയ്തിട്ട് അതിൻ്റെ കളർ ആ തിക്നെസ് ഇങ്ങനെ കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പം ഞാൻ അങ്ങനെ 2 ഐബ്രോസും ഫില്ല് ചെയ്തിട്ടുണ്ട്. സ്പൂലി വെച്ചിട്ട് ഈ ഐബ്രോയും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടിട്ട് സ്പൂലി വെച്ചിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു നാച്ചുറൽ ഫിനിഷിങ് ആയിട്ടുണ്ട് ഐബ്രോസിന്. അപ്പോൾ ഐബ്രോസ് കഴിഞ്ഞ് ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഐ മേക്കപ്പിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഫേസ് മൊത്തം ബ്ലഷ് ഇടാണ് യൂസ് ചെയ്യുന്നത്. ബ്ലഷ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ കോപ്പർ ചീക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഞാനത് ഫേസിലും പിന്നെ ഞാനിത് എൻ്റെ ഐലിഡിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഇതേ കളറ്, അതായത് ഇതേ കളറിലുള്ള ഐ ഷാഡോ ഇതിന് പകരം യൂസ് ചെയ്യാം. ഞാൻ ഈ കളറിലുള്ള ബ്ലഷ് എൻ്റെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കളർ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ കളറിലുള്ള ഒരു ഐ ഷാഡോ, ഒരു എന്താ പറയുക, ഒരു ബേസായിട്ട് ഇതേ കളറിലുള്ള ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഞാൻ ബ്രഷ് വെച്ചിട്ട് ബ്ലഷും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ബ്ലഷ് യൂസ് ചെയ്തതിനുള്ള ഒരു ഗുണം എന്ന് തോന്നിയിട്ടുള്ളത്, ഈ ബ്ലഷ് യൂസ് ചെയ്യുമ്പോൾ ഡാർക്ക് മാർക്സ് കുറച്ച് എൻ്റെ ഹൈഡ് ചെയ്യുന്നുണ്ട്. അത് ആ ഓറഞ്ചിൻ്റെ കളറുള്ളത് കൊണ്ടാണ് തോന്നുന്നു. അത് കുറച്ച് ഡാർക്ക്നെസ്, ഐ മീൻ ബ്ലെമിഷസ് കുറച്ച് കുറയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ ഐ മേക്കപ്പിലോട്ട് കടക്കാൻ പോവാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് നൈക്കേൻ്റെ ഐ ഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ബ്രഷിൽ ബ്ലാക്ക് ഐ ഷാഡോ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രഷ് വെച്ചിട്ട് ടാബ് ചെയ്ത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും. കൈ വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഞാൻ ഐലിഡ്സിൽ ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അണ്ടർ ഐയിൽ ചെയ്യാണ്. ഞാൻ എൻ്റെ ലാഷ് ലൈനിൽ കൂടെ ഔട്ടർ കോർണറിൽ നിന്ന് പകുതി വരെ ഞാനത് ഫില്ല് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അപ്പർ ലാഷ് ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യണത് ഒരു സ്മഡ്ജിങ് ബ്രഷ് വെച്ചിട്ട് ഏകദേശം ഇങ്ങനത്തെ ഒരു ബ്രൗൺ ഷെയ്ഡിലെടുത്തിട്ട്
അതിങ്ങനെ ആ ഐ ഷാഡോ വെച്ചിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്മഡ് ചെയ്ത് അതിൻ്റെ ഇന്നർ കോർണേഴ്സിലേക്ക് ഇങ്ങനെ സ്മഡ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യണത്. സ്മഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഐ ലുക്ക് എന്ന് പറയുന്നത്. ഞാനത് 2 കണ്ണിലും ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ലുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഭാഗത്ത് അത് കണ്ണിൻ്റെ അടിയിൽ കുറച്ചും കൂടി അത് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇങ്ങനെ കുറച്ചിങ്ങനെ ഒരു ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഈ ലുക്കിൻ്റെ അവസാനമായിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഈ കളറിലുള്ള ഒരു ലിപ്പ് ലൈനറാണ്. ഞാനത് ലോക്കൽ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്, അതുകൊണ്ടാണ് ഞാൻ കളർ കാണിച്ചത്. ഐ തിങ്ക് സിസ് ബ്യൂട്ടീൻ്റെ തന്നെ ചോക്കോ നൂഡ് എന്ന് പറഞ്ഞ ഷെയ്ഡായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു കളറാണിത്. ഞാൻ ഇത് വെച്ചിട്ട് വരച്ച് ഇതുകൊണ്ട് ലിപ്പ് ഫില്ല് ചെയ്യുകയും ചെയ്യും ഞാൻ. ഞാനത് ലിപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പോകണം. ഞാൻ യൂസ് ചെയ്യുന്നത് മേബ്ലൈൻ്റെ വിനൈൽ ഇങ്കിൻ്റെ ഷെയ്ഡ് സോസിയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. നല്ല ഗ്ലോസി ഫിനിഷ് കിട്ടും ചെയ്യും. ഓൾമോസ്റ്റ് എൻ്റെ ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ മസ്കാര അപ്ലൈ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ മസ്കാര അപ്ലൈ ചെയ്യാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മാക്സ് ഫാക്ടറിൻ്റെ ഡിവൈൻ ലാഷസ് എന്ന് പറയുന്ന മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ലുക്ക് കംപ്ലീറ്റായി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഒന്നും കൂടി അവസാനമായിട്ട് ജസ്റ്റ് ഒന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലത്തുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്